നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് കുറുനരി? ഒരു തരി ഉപ്പ് പോലും വെറുതെ തരില്ല. ക്രീമി സ്പാനിഷ് ടാപ്പിംഗ്. ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീട്ടിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എവിടെയുള്ളത്? അപ്പൊ നമ്മുടെ BEdന്റെ ഭാഗമായിട്ട്, നമ്മുടെ BEd കരിക്കുലറിന്റെ ഭാഗമായിട്ട് ഇവിടെ 4 ദിവസത്തെ ക്യാമ്പ് നടക്കുകയാണ്. അപ്പൊ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അപ്പൊ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇവിടുത്തെ ക്യാമ്പിലെ വിശേഷങ്ങളും ഭയങ്കര കുക്കിംഗ് മത്സരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് എന്തായാലും കാണാം. പെപ്പറട്ടീനെ കുറിച്ച് അഭിപ്രായം പറയടോ. പക്ഷെ നിങ്ങളെ മുഖം കണ്ടിട്ട് അത്ര സൂപ്പറായിട്ട് തോന്നില്ലല്ലോ അല്ലേ? അല്ലല്ല, ഇവരാരും മുഖം കണ്ടിട്ട് പെപ്പർട്ടിക്ക് അത്ര ടേസ്റ്റിൽ പോലെ തോന്നില്ല. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് കുറുനരി? എങ്ങനെയുണ്ടായിരുന്നു മോർണിംഗ് വാക്ക്? ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് കാണിച്ചുണ്ട്. വലിയ ഇഡലിയുണ്ട്, വലിയ ഇഡലി ചട്നി ഉണ്ടാക്കിയ ഇഡലിയുണ്ട്, ചെറിയ തുളയുള്ള നിങ്ങളുടെ മൈൻഡിൽ എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റി, എനിക്കിതൊന്നും പറ്റില്ല അങ്ങനെ ഞാൻ ഒരിക്കലും പറ്റില്ല. ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് സെഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. ഇത് ഗിരീഷ് ബാബു എന്ന് പറഞ്ഞൊരു സാറിൻ്റെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒരു ക്ലാസ് ആയിട്ട്. അപ്പോൾ ക്ലാസ്സിന് കൂടെ അവർ ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അർച്ചനയ്ക്ക് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ കാണാം. ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ, മറ്റൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാൻ നിങ്ങളുടെ വലത് കൈയിൽ നിന്ന് പൊക്കുകയാണ്, പതുക്കെ നിങ്ങളുടെ തലയിലേക്ക് വെക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ മുഴുവൻ പവറും നിങ്ങളുടെ വലത് കൈയിലേക്ക് വരികയാണ്. കൈ തലയിൽ ഉറപ്പിച്ചു പിടിക്കുക. വളരെ ശക്തിയായി നിങ്ങളുടെ മുഴുവൻ പവറും വലത് കൈയിലേക്ക് കൊണ്ടുവരിക. ആര് വിചാരിച്ചാലും മാറ്റാൻ കഴിയാത്ത രീതിയിൽ ഇരുമ്പ് തണ്ട് പോലെ നിങ്ങളുടെ കൈ തലയിൽ ഉറച്ചിരിക്കുകയാണ്. ആര് വിചാരിച്ചാലും നിങ്ങളുടെ കൈ മാറ്റാൻ കഴിയില്ല. നിങ്ങളുടെ ശരീരം മുഴുവൻ അനങ്ങിയാലും നിങ്ങളുടെ കൈ മാറുകയില്ല. ഇരുമ്പ് പോലെ നിങ്ങളുടെ കൈ തലയിൽ പൂർവസ്ഥിതിയിലേക്ക് നിങ്ങളുടെ കൈ സാവകാശം വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണടച്ച് സുന്ദരമായി വിശ്രമിക്കുക. അതില്ല, അതും നമ്മളുടെ ആദ്യം പറയുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ ആത്മാർത്ഥമായിട്ട് അതിലാവണം. അപ്പൊ നമ്മളിപ്പോ മനസ്സിലേ ഇത് നടക്കില്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് കൈകളൊക്കെ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കാണ്. ചായക്ക് എന്താ സ്പെഷ്യൽ? സമോസയും ചായ. ഇതാണ് എൻ്റെ ആയിഷ. ഇവിടുത്തെ ചെയർമാനാണ് ഞങ്ങൾ. ബീഫൊക്കെ ചതച്ചിട്ടുണ്ടെങ്കിൽ ഗംഭീരമായി. കഴിഞ്ഞ ദിവസത്തെ ക്യാമ്പിലുള്ള വാർത്ത കാര്യങ്ങളൊക്കെ കേട്ടത്. അഭിപ്രായം എന്താണ്? അപ്പൊ ഇതാണ് നമ്മുടെ പുരുഷ വ്യവഹാരങ്ങൾ. ഇതിന്റെ പേരാണ് കേട്ടോ പാപ്പാത്തൊടി. എന്താണ് പാപ്പാത്തൊടി? പറയൂ. യെസ്, പാപ്പയുടെ തൊടി. ഇതാണ് നമ്മുടെ മറ്റുള്ള ഫ്രണ്ട്സ് ഒക്കെ. ഇതാണ് അപ്പൊ നമ്മളെ പേര് എന്താണ്? ക്യാമ്പിന്റെ പേരെന്താടാ? പാപ്പാത്തൊടി. അപ്പൊ എന്താണ് പാപ്പാത്തൊടി കൊണ്ട് അർത്ഥമാക്കുന്നത്? ഗ്രാൻഡ്മാസ് ഹോം. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? കാരണം നമ്മളിപ്പോ ഒരു വെക്കേഷൻ ഒക്കെ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ നേരെ പോകും നമ്മുടെ അമ്മയുടെ വീട്ടിൽ അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിന്റെ വീട്ടിൽ. അപ്പൊ അത്രയും റിലാക്സ് ചെയ്തിട്ട് അത്രയും ആ ഫീലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫസ്റ്റ് ഡേ അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് സെക്കൻഡ് ഡേയിലെ വിശേഷം കാര്യങ്ങളൊക്കെ കാണാം. പച്ചക്കാരി വരുന്നുണ്ട്, എല്ലാം പിച്ച് വെച്ച ഒരാൾ വരുന്ന കാണാം. അപ്പൊ
അങ്ങനെ ടീ ബ്രേക്ക് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഹാളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഡെമോ എന്ന് പറഞ്ഞ് ഗേലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ് സംഭവം നമുക്ക് നോക്കിയാലോ. തൊട്ട ഭാഗത്ത് നിങ്ങൾക്ക് വേദന അനുഭവപ്പെടാത്ത രീതിയിൽ ഈ ഭാഗം പരിപൂർണമായും മരവിച്ചിരിക്കുകയാണ്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് വേദന അനുഭവപ്പെടാത്ത രീതിയിൽ തൊട്ട ഭാഗം പൂർണ്ണമായും മരവിച്ചിരിക്കുകയാണ്. കംപ്ലീറ്റ് ഞാൻ തൊട്ട ഭാഗം മരവിച്ചിരിക്കുകയാണ്. ആ ഭാഗത്ത് നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുകയില്ല. ഈ തൊട്ട ഭാഗം പരിപൂർണമായും ഞാൻ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ 2-3 ഡെമോ ആയിരുന്നു ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 ഡെമോയിൽ നമ്മുടെ മൈൻഡ് യുവർ മൈൻഡ് എന്ന് പറഞ്ഞ ആ ടോക്കാണ് ഇവിടെ നടക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ മൈൻഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് ഒരു ഹിപ്നോട്ടിസം ചെയ്ത് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതായിരുന്നു ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആധികാരികമായി പറയാറില്ല. അപ്പോൾ എന്ത് തന്നെ ആയാലും അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞ് എന്തായാലും ഇത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പോകാൻ നോക്കുന്നത്. ഏതവസരത്തിലും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് ശക്തിപ്പെടുത്തിയെടുക്കാൻ കഴിയും. ഈ നിമിഷം മുതൽ രക്തം കണ്ടാൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അസ്വാസ്ഥ്യങ്ങളും ഉണ്ടാവുകയില്ല. എന്തൊക്കെയാണുള്ളത്? കറിയെല്ലാം തീർന്നു പോയിട്ടോ ഞാൻ എത്തുമ്പോഴത്തേക്ക്. മീനല്ലേ ഉണ്ട് പറഞ്ഞിട്ട്. സോ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. പപ്പടം പൊടിഞ്ഞു സാരമില്ല, മനസ്സിലാക്കണം ഗൈസ്. സാമ്പാർ, മീൻ കറി, സാമ്പാർ, മോര് കറി, മീൻ പൊരിച്ചൊക്കെ ഉണ്ട്. ഫുഡിന്റെ റിവ്യൂ പറ. സാമ്പാർ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ മോര് കറി കുഴപ്പമില്ല. മോര് കറി കുറച്ചേ കിട്ടിയുള്ളൂ, അഭിപ്രായം പറയില്ല. മീൻ പൊരിച്ചതാണ്. നോക്കട്ടെ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അടുത്തുള്ള പരിപാടി എന്തായാലും കഴിച്ചിട്ടുണ്ട്. അതിനിവിടെ എന്താ പറയുക, കുക്കിംഗ് മത്സരമാണ് നടക്കുന്നത്. ഓരോ ഗ്രൂപ്പും കപ്പയും ചിക്കനും വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മത്സരം നടക്കാൻ പോവുകയാണ്. നമുക്ക് കിച്ചണിലെ വിശേഷങ്ങൾ കാണാം. കഴുത്ത് പെടൽ ഒഴിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ബ്ലോഗ് ചെയ്യാൻ. എന്താ നായനെ പറയാനുള്ളത്? നായനയുടെ പാചകം വന്നിരിക്കാണ്. പിന്നെ എന്താണ് പെടൽ വിളിപ്പിക്കാനോ? പെടല് കാണിച്ചിട്ട് വരാം. അപ്പൊ ഇവിടെ എന്നാ പാത്രം എടുക്കുന്നതിന് ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഈ കാണുന്നത്. ബട്ട് ലോട്ടിട്ടിന് മാത്രം എടുക്കേണ്ടതാണ്. ഇപ്പോൾ എന്ത് ചെയ്യാണ്? കപ്പ മുറിച്ചുകൊണ്ടിരിക്കാണ്. ചെറുതാക്കല്ലേ എടി, ഇത് കത്തി ഇടാന്നില്ലടി. നിങ്ങൾ എന്നാ ഐറ്റം ഉണ്ടാക്കുന്നതെന്ന് പബ്ലിഷ് ചെയ്തിട്ടില്ലല്ലോ? അല്ല, എന്നോട് പറയുന്നതിൽ വിരോധം ഇല്ലെങ്കിൽ പറയുന്നത് നല്ലതായിരുന്നു. സർപ്രൈസ് ആണ്. ഇവർക്ക് വിരോധമുണ്ട്. അപ്പം നമുക്ക് ഉണ്ടായി കഴിഞ്ഞിട്ട് കാണാം. വെറൈറ്റി ആയിട്ടാണോ? ഞെട്ടൂല്ലേ? നമുക്ക് നോക്കാം. ഞെട്ടും. പിന്നെ ഞാൻ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് എല്ലാ സാധനത്തും എനിക്ക് കുറച്ച് തരും നിങ്ങൾ. എല്ലാവരും കപ്പ മുറിക്കൽ തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് അടുത്ത ഗ്രൂപ്പ്. നിൽക്കാം അജയ്. അജയ് എന്നാ ചെയ്യുന്നത്? വെള്ളമേ ഉള്ളൂ. ഞാൻ ചിക്കൻ ആയിരിക്കുന്നു. കപ്പ നന്നാക്കാൻ കുറിച്ച് 2 വാക്ക് പറ. നല്ലൊരു കപ്പ നന്നാക്കലാണ്. ഇത് നല്ലൊരു ഇതാണ് അല്ലേ? നിങ്ങളെ ഐറ്റം എന്നാ? വെറൈറ്റി ആണോ? ചിക്കൻ വരട്ടിയതും പാൽക്കപ്പയും. സോ ഞാൻ കഴിക്കാൻ പറ്റും. എനിക്ക് ടേസ്റ്റ് ഒക്കെ തരണം. നല്ല അഭിപ്രായമാണ്. ആൻസിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആണ്. നിങ്ങൾ എന്നാ ഫുഡ് ഐറ്റം എന്താണ്? സർപ്രൈസാ? അറിയില്ല. അതെനിക്ക് പറഞ്ഞാല് ചോട്ടം കൊടുത്ത നോക്ക്. കപ്പ കത്തി. നിങ്ങൾ ഐറ്റം എന്താടോ?
എന്താ ഇല്ലാണ്ട് അതെന്തുകൊണ്ട് പറ്റൂല റിഷാദ് ദീപ്തജെ ഇവരെന്തോ വെറൈറ്റി ഐറ്റം ആണെന്ന് തോന്നുന്നു. നിങ്ങൾ ഐറ്റം എന്നാടോ? കിഴിക്കപ്പുണ്ട്. കിഴിക്കപ്പയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങാപ്പൂൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ. അത് കാണിച്ചെടുക്ക കണ്ടടാ എല്ലാം. പിന്നെ നോക്ക് നിങ്ങളെ കിഴി എത്രയാന്ന് കിഴി ഉണ്ടാക്കുന്നവർ ചോദിച്ചോക്ക്. മുറിക്കുന്നുണ്ട് കേട്ടോ എല്ലോ. ഇവിടെ ഞാൻ വീട്ടിലേക്ക് എടുത്താലോ വിചാരിക്കുന്നു. ഇതിനെ കുറിച്ച് തങ്ങളുടെ അഭിപ്രായം പറ. ആ രണ്ടോ ഇത് ഫുള്ള് ഞാൻ ചെറിയ അതുകൊണ്ട് ഭയങ്കര സുഖമുണ്ട് ചെറുക്കാൻ. അതൊക്കെ നീ ചെറുകി വെച്ച തേങ്ങയാണോ? ഓക്കെ ഓക്കെ. ഇതായി അതിന് എങ്ങനെയുണ്ട് തീ കത്തിച്ചതിന്റെ എക്സ്പീരിയൻസ് പറ. അങ്ങനല്ലേ വിറക. നമ്മുടെ ഗ്രൂപ്പിന്റെ സ്ഥിതി എന്തൊക്കെയാണെന്ന് ആര് പറയും? ഡിസ്മേ നമ്മളെ ഗ്രൂപ്പിന്റെ സ്ഥിതി എന്തൊക്കെയാ? എന്തായി? കപ്പ അടുപ്പത്ത് വെച്ചോ? കപ്പ അടുപ്പത്ത് വെച്ചോ. അർഷ്യ എന്താ ചെയ്യുന്ന? അർഷ്യ ഫർഹത്ത് സ്ക്വയറിൽ ചതുരത്തിൽ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് ഉള്ളി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കാലാണ്. വേണ്ടിയിട്ട് നമ്മൾ കപ്പ വളരെ നൈസായിട്ട് കട്ട് ചെയ്യണം. എന്തൊക്കെ സാധനം നമ്മളിപ്പോ ചെയ്യാൻ വേണ്ടി പോകുന്നത് കോഴിക്കാൽ ഉണ്ടാക്കാൻ പോണേ. കോഴിക്കാൽ ഉണ്ടാക്കാൻ നൈസാക്കിയിട്ട് കോഴിക്കാലിനുള്ള കാലുകൾ റെഡിയാക്കുവാണ് നമ്മൾ. ഓക്കെ ഓക്കെ. കപ്പ ചെറുതാക്കി മുറിച്ച് കഴിഞ്ഞ് നമ്മൾ കോഴിക്കാൽ ഉണ്ടാക്കാൻ പോകണം ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് കിച്ചണിൽ വേറെ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. എന്താ അക്ഷയ് വേണ്ട എനിക്ക് അത് പറഞ്ഞാടോ. അയൽവാസികളോട് കടം തരും ചോദിച്ചു നോക്കാം ഗൈസ്. എടോ കുറച്ച് വെളുത്തുള്ളി കടം തരുവാ? കുറച്ച് വെളുത്തുള്ളി ഒന്നും ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. കുറച്ച് വെളുത്തുള്ളി കടം തരുവോ? നിങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തന്നോടോ. എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത്? എന്താ ദീപ്തജി ഇങ്ങനെ മനുഷ്യപ്പരലാണ് പെരുമാറുന്നത്? ഇങ്ങനൊക്കെ പെരുമാറാവോ? ഉപ്പ് വേണ്ട, എനിക്ക് വെളുത്തുള്ളി മതി. സ്നേഹമുള്ള ഞങ്ങൾക്ക് ഇല കൊണ്ടുവരുന്നുണ്ടല്ലോ. ഒരു ഇല കാട്ടിയോടാ വേണ്ട. സോ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഐറ്റംസ് ഓരോന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. കപ്പ റെഡിയായി, ചിക്കൻ റെഡിയായി. ഇനി നമുക്ക് കോഴിക്കാൽ ഉണ്ടാക്കണം. അതുപോലെ കട്ട്ലേറ്റ് ഇതാ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. കുറെ കരിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത് കോഴിക്കാൽ റെഡിയാക്കാം. ഇതെന്താണ് സംഭവം? കിഴി പൊറോട്ട, സോറി കിഴി പൊറോട്ട, കിഴിക്കപ്പ. അതിനുള്ളിൽ ചിക്കൻ കണ്ടോ? സോ അത് നമുക്ക് മുറിച്ച് അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിച്ചു നോക്കിയാലോ? ആ അത് ഒച്ച പോലുമില്ല, ഒച്ച പോലുമില്ല. വാഴപ്പിണ്ടി വരെ എടുത്ത് വെക്കാൻ പോലുണ്ടാവാ. ചമ്മന്തി എന്നാ ആ വേവാത്തെന്തോ സാധനം. കോഴിക്കാൽ നമ്മൾ കോയിന്റെ ആകൃതിയിലൊക്കെ വെച്ചിട്ടുണ്ട്. കോയിന്റെ കണ്ണൊന്നും പോക്കില്ലടോ. അഭിരാം അഭിരാം എടാ നിങ്ങൾ ഡിഷ് പറഞ്ഞു. എന്താ ഡിഷ് അല്ലേ? ഡിഷ് വെച്ചാല് നമ്മളെ പാൽക്കപ്പ പറ. എന്താ ഡിഷ്? എന്താ എന്നാ ഞാള് പാൽക്കപ്പ എന്ന് പറയും. ആയിക്കോട്ടെ. അതിന് ഒരു സൈഡായിട്ട് ഉള്ളത് ചിക്കൻ പരട്ട്. ഓക്കെ
ഇവിടെ കിഴിപ്പൊറാട്ടയാണ് ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോറി, കിഴിക്കപ്പ. പൂവൻ കോഴിക്ക് അതെന്താണ്? അത് പൂവൻ കോഴിന്റെ ബാല്യന്റെ പാല്. പിന്നെ നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ്. സൂപ്പർ. നമ്മുടെ കപ്പ ഇവിടെ, മെയിൻ കപ്പ, നാടൻ ചമ്മന്തി കപ്പ ഇവിടെ. അങ്ങനെ എല്ലാവരും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒക്കെ റെഡിയാക്കി വിളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഐറ്റം ഇതൊക്കെയായിരുന്നു. ചിക്കൻ കോഴിക്കാലും പിന്നെ ചിക്കൻ വരട്ടിയതും കപ്പയും കട്ട്ലേറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. പെപ്പർ ചിക്കൻ, ഇതെന്താ ഗൈസ്? പാൽ കപ്പ, കോക്കനട്ട് ചട്നി, സ്പാനിഷ് എന്തോ സാധനം. ഇതെന്നാ നാടൻ, നല്ല നാടൻ വിഭവം അല്ലേ? യെസ്. പെടലിയും കാലും കൂടി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. തുടങ്ങാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ തരുന്നില്ല. നിങ്ങൾ ഇവിടെ ഇതിങ്ങനെ പറയുന്നു. പക്ഷേ എന്റെ രുക്സാനത്ത് ഇതിൽ കൂട്ട് നിൽക്കാതെ ചിക്കനായി എനിക്ക് വിളവ് തരുന്നു. സ്നേഹമുള്ള ആളുകൾ ഇതാക്കണത്. അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാം. എന്നാൽ ഇത് ഞങ്ങളുടെ ഒരു ഇൻഡോ സ്പാനിഷ് ഫ്യൂഷൻ ഐറ്റം ആയിട്ടുള്ള ക്രീമി സ്പാനിഷ് എന്താണ് ടാപ്പിയോക്കയാണ്. മോശമാതിരിക്കൂല. അതെനിക്ക് മനസ്സിലായി. ഈ കപ്പയാണ്. ഇതെന്താ ഇതിൽ ഉള്ളിയാണ് ഇതിന്റെ മെയിൻ. ഓക്കെ ഗൈസ്, നമ്മുടെ സ്വന്തം കിച്ചണിലേക്ക് പോവാം. ഓ, 2 വികലാംഗരായ ആളുകൾ വന്നിട്ടുണ്ട്. പൈസ ഫുഡ് തന്ന് സഹായിച്ചാൽ. അല്ല, തേങ്ങ. ഇത് ചിക്കൻ. എന്ത് ചിക്കനാണ്? തേങ്ങ ചിക്കൻ പാൽക്കറി. ഓക്കെ, യെസ്. പാൽക്കറി ഒഴിക്കൂ. പാൽ പോലെയുള്ള നമ്മുടെ ചെയർമാൻ എന്താ? അയേ, 2 കഷ്ണം കപ്പ ഇട്. 2 കഷ്ണം മതി കേട്ടാ. അല്ലടി, എനിക്ക് അസാല പെപ്പർ ചിക്കൻ ഒരു സൈഡിലായിട്ട് ഒരു കഷ്ണം ഇടുമോ? കുറച്ച് ഗ്രേവി ഇട്ടാലും മതി. കഷ്ണം ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാലുവാണ്. എനിക്ക് ഗ്രേവിയിലാണ് നമ്മുടെ കാണാത്ത. ഈ പാലിന്റെ കപ്പ ഒന്ന് വിളമ്പാമോ? നമ്മുടെ തേങ്ങ ചിറകൽ എക്സ്പെർട്ടായ, പേര് മറന്നുപോയ കുട്ടിയാണ് വിളമ്പുന്നത്. ഹർഷ. എനക്കാ എന്തോ പ്രശ്നമുണ്ടടി. നിങ്ങൾ വേറെന്തോ സാധനം ഉണ്ടാക്കി. പൊട്ടാറ്റോ ചിപ്സാ. സൈഡ് ഡിഷസ് ആണ് ഇനി നമ്മൾ വിളമ്പുന്നത് ഗൈസ്. ഓ, കാല നോക്കാനാന്നില്ല. എല്ലടി അങ്ങനെ ഇങ്ങോട്ട് ഭംഗിയാടി. ആടി, ഭയങ്കര വേദനയാടി. എല്ലാം ഇട്ടിക്കല്ലേ? ഒന്നും മറന്നു നോക്കില്ലാലോ. എരിയുള്ള സാധനം കുറച്ച് ബാഗ് കിട്ടും. ഇത് പുകയിട്ട് വന്നിട്ട് നമ്മൾ കഴിക്കുകയാണ്. ഇതെല്ലാം ഇത്രയും ഡിഷാണുള്ളത് എല്ലാവരും ഉണ്ടാക്കി. അപ്പം നമുക്ക് കഴിച്ച് ടേസ്റ്റ് നോക്കാം ഗൈസ്. രണ്ടാള് പങ്കെടുക്കുന്നുണ്ട്. ടീം 3ഉം 2ഉം. സെക്കൻഡ് നമ്മള് കേക്കപ്പ 6 നേടിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളെ പാൽക്കപ്പ ചിക്കൻ വരട്ടിയത് ഫസ്റ്റ്. ടോട്ടലി നമ്മുടെ ഫുഡൊക്കെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.